എൻ്റെ പേര് ബിലാൽ എന്നാണ്. ഞാൻ ആലപ്പുഴ ജില്ലയിലെ കായംകുളം സ്വദേശിയാണ്. നിലവിൽ ഞാൻ തിരുവനന്തപുരം ഗവൺമെന്റ് ലോ കോളേജിൽ ത്രിവത്സര LLB-യിൽ 2ാം വർഷ വിദ്യാർത്ഥിയാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ 2 ദിവസങ്ങളായിട്ട് കോഴിക്കോട് ഒരു ദീപക് എന്ന യുവാവിന്റെ മരണവുമായി ബന്ധപ്പെട്ട വാർത്തകൾ നിരന്തരം കാണുന്നു കേൾക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട സ്റ്റേഷനിലെ SHO പ്രതിയായ ആ യുവതിയെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് ചില വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതായത് SHOയുടെ സ്വകാര്യ വാഹനം ഉപയോഗിച്ചുകൊണ്ടാണ് പ്രതിയായ യുവതിയെ കസ്റ്റഡിയിലെടുക്കുകയും പിന്നീട് മെഡിക്കൽ പരിശോധനയ്ക്കും കസ്റ്റഡിയിലെടുത്ത് ജയിലിൽ കൊണ്ടുവിടുന്നതിന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സ്വന്തം വാഹനം യൂസ് ചെയ്തെന്ന ആരോപണമാണ് ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സംബന്ധിച്ച് ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും പോരായ്മകൾ സംഭവിച്ചിട്ടുണ്ടോ, പോലീസ് ഏതെങ്കിലും തരത്തിലുള്ള ഫേവർ ആ അക്യൂസ്ഡ് ആയിട്ടുള്ള പേഴ്സണ് കൊടുത്തതാണോ, അല്ലെങ്കിൽ ആ പോലീസിന് ഇത് വേണമെങ്കിൽ ചെയ്യാം, പോലീസിനോട് ഡിസ്ക്രിഷണറി പവറാണ് ഇത് ചെയ്യുക വേണമെന്നുള്ളത്. പക്ഷേ എന്നാൽ ഇതിനേക്കാൾ വളരെ വലിയ ഇഷ്യൂസ് ആയിട്ടുള്ള പല സംഭവങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ട് നിലവിൽ ഇന്ന് വരെയും പോലീസ് ഇങ്ങനൊരു പെരുമാറ്റം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പോലീസിന്റെ ആ പ്രവൃത്തിയിൽ വളരെ സംശയം ജനിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇതിന്മേൽ അന്വേഷണം ഉണ്ടാകണം. ആ പ്രൊസീജിയേഴ്സ് കറക്റ്റ് ആയിട്ടാണോ പാലിച്ചിരിക്കുന്നത്, ഇങ്ങനൊരു സ്വകാര്യ വാഹനം യൂസ് ചെയ്യേണ്ട ആവശ്യകത അവിടെ ഉണ്ടായിരുന്നോ, ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്ക് ഒരു പരാതിയും കൂടാതെ ബഹുമാനപ്പെട്ട കേരള പോലീസ് മേധാവിക്ക് ഒരു പരാതിയും സമർപ്പിച്ചിട്ടുള്ളതാണ്. നിലവിൽ നമ്മുടെ നാട്ടിൽ കൂടി വരുന്ന സെക്ഷൽ ഒഫൻസസ് കേസുകൾ വളരെ കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. ഈ കാലഘട്ടത്തിൽ ഇതിനകത്ത് അതായത് ഇന്ത്യൻ ജുഡീഷ്യറി പറയുന്ന മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ 1000 അപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നുള്ള തത്വത്തിൽ അടിയുറച്ചാണ് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് സെക്ഷൽ ഒഫൻസസ് കേസുകളിൽ നിരവധി വ്യാജ പരാതികൾ നിലവിൽ വരുന്നുണ്ട്. അപ്പം ഇതിൽ IPC 228A പ്രകാരം അതിജീവതയ്ക്ക് അല്ലെങ്കിൽ പരാതിക്കാരിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. എന്നാൽ അവരുടെ പരാതിയിന്മേൽ വരുന്ന ഒരു അക്യൂസഡ് ആയിട്ടുള്ള പേഴ്സണ് യാതൊരു വിധത്തിലുള്ള പ്രൊട്ടക്ഷനും കൊടുത്തില്ല. അവരുടെ ഐഡന്റിറ്റി പോലീസിൽ നിന്ന് തന്നെയാണ് ആദ്യം ചോരുന്നതെന്നാണ് ഞാൻ സംശയിക്കുന്നത്. പോലീസിൽ നിന്ന് അവരുടെ ഐഡന്റിറ്റി പോവുകയും അവരുടെ റെപ്യൂട്ടേഷൻ, അതായത് ഒരു വ്യക്തിയുടെ ഫണ്ടമെന്റൽ റൈറ്റ് ആണ് അയാളുടെ മാനം, അയാളുടെ സ്വകാര്യത എന്ന് പറയുന്നത്. ഒരു മിയർ പരാതിയുടെ പേരിൽ ഒരു ചെറിയ അറസ്റ്റ് ഉണ്ടാകുമ്പോഴത്തേക്ക് തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തി മാത്രമല്ല, അദ്ദേഹത്തെ ആശ്രയിച്ച് കഴിയുന്ന അവിടെയും ഒരു വനിത, ഒരു വുമൺ അവിടെയും ഉണ്ട്, അല്ലെ അവരുടെ അമ്മയുണ്ട്, പെങ്ങളുണ്ട്. അപ്പൊ അവർ മൊത്തത്തിൽ സമൂഹത്തിൽ അവരുടെ അഭിമാനം നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അക്യൂസ്ഡ് ആയിട്ടുള്ള പേഴ്സന്റെ റൈറ്റ് സുപ്രീം കോടതിയും പല ഹൈക്കോടതികൾ ഇത് പലതവണയും പറഞ്ഞിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് കേരള ഹൈക്കോടതിയിൽ ഒരു പൊതു താല്പര്യ ഹർജി സമർപ്പിച്ചിട്ടുണ്ട്. കാരണം ഏത് നിയമം ഉണ്ടാക്കിയാലും അതിൻ്റെ അകത്ത് ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യപ്പെടാൻ പാടില്ലെന്നാണ്. അപ്പം അക്യൂസ്ഡ് ആയിട്ടുള്ള പേഴ്സണ് അവർ കൺവിക്റ്റ് ആവുന്ന കാലം വരെയും അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് സംരക്ഷിക്കപ്പെടണം. അവർക്ക് യാതൊരു തരത്തിലും അവരുടെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ചെയ്യാൻ പാടില്ല. ഇതിന് ഗവൺമെന്റിന് നിർദ്ദേശം കൊടുക്കാനും പുതിയ നിയമനിർമ്മാണം ആവശ്യമാകുന്ന ഈ കാലഘട്ടത്തിൽ എന്നെ കൊണ്ടാകുന്ന പോലെ ഞാൻ സമൂഹത്തിന് വേണ്ടി ഒരു പൊതു താല്പര്യ ഹർജി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഞാൻ ഈ അടുത്തിടയ്ക്ക് വളരെ ഫേസ്ബുക്കിലൂടെ ശ്രദ്ധിച്ച ഒരു കാര്യങ്ങളുണ്ട്. ആലപ്പുഴ ജില്ലയിൽ തന്നെ മാവേലിക്കര പോലീസ് സ്റ്റേഷനിലെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജ് എന്നൊരു പേജ് തന്നെ തുടങ്ങാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. പല വിലക്കുകളും പോലീസുകാർക്ക് അതിനുമേലുള്ളതാണ്. പക്ഷെ ആ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിൽ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കേസുകളിൽ പ്രതിയെന്ന് ആരോപിക്കപ്പെടുന്ന വ്യക്തികളുടെ ഐഡന്റിറ്റി അന്ന് ആ കേസ് രജിസ്റ്റർ ചെയ്യുന്ന ആ നിമിഷം തന്നെ ഫേസ്ബുക്കിലൂടെ പബ്ലിഷ് ചെയ്യുന്ന ഒരു രീതി മാവേലിക്കര പോലീസ് സ്റ്റേഷനിൽ കണ്ടുവരുന്നുണ്ട്. പോലീസുകാർക്ക് എന്താണ് അതിനുള്ള അധികാരം? ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ടോ, ആ കുറ്റത്തിൽ അദ്ദേഹം കുറ്റക്കാരനാണോ അല്ലയോ എന്ന് കണ്ടെത്താനുള്ള റൈറ്റ് ജുഡീഷ്യറിക്ക് മാത്രം അർഹിക്കപ്പെടുന്ന ഒരു അവകാശമാണ്. അത് കോടതിയാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ ഈ പോലീസിന്റെ ആ ഒരു വളരെ മോശകരമായ ഒരു പ്രവൃത്തിയാണ് ഫേസ്ബുക്കിലൂടെ വെറും പ്രതി എന്ന് ആരോപിക്കപ്പെടുന്ന ഒരാളുടെ ഐഡന്റിറ്റി വെളിയിൽ വിട്ട് അദ്ദേഹത്തിന്റെ മൗലിക അവകാശം ഇല്ലാതാക്കുന്ന മോശകരമായ പ്രവൃത്തിയാണ് കേരള പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്.